വിഷ്ണു, ഈ പരാതിക്കാരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ അതിനാടകീയമായി തന്നെ ഈ മാവേലിക്കര സ്വദേശിയായ ശ്രീകുമാർ എന്ന ബിലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്തും നമുക്കറിയാം പ്രതിപട്ടികയിൽ പേരില്ലാത്ത ഒരാളാണ് ബിലാൽ എന്നയാൾ. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ സൂത്രധാരൻ എന്ന രീതിയിൽ ബിലാലാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അത് മാത്രമല്ല, എത്ര കാലമായിട്ട് ഇത്തരത്തിൽ ഈ കുറ്റകൃത്യം ഇയാൾ ഈ ടീം ചെയ്യുന്നു എന്നുള്ളതും സുപ്രധാനമാണ്. അങ്ങനെയെങ്കിൽ നിരവധി സ്ത്രീകളെ, പെൺകുട്ടികളെ ദുബായിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ കടത്തിയിട്ടുണ്ടാകാം ഇത്തരത്തിൽ ഇതേ രീതിയിൽ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടതാണ്. ആ കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം കൊണ്ടുപോകുന്നുണ്ടോ? ഒപ്പം തന്നെ ബിലാലിനെ പോലെ മറ്റ് ഏജന്റുമാരും ഉണ്ട് എന്ന സംശയം പോലീസിനുണ്ടോ? അത്തരം അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് പോലീസ് കടക്കുക? പ്രജിനി, റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിരവധി യുവതികളെ ഇത്തരത്തിൽ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും അതിന്റെ കമ്മീഷൻ ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സിന്ധുവും ബിലാലും തമ്മിൽ ഏറെ നാളായി ഈ ഇടപാട് തുടങ്ങിയിട്ടെന്ന്. അതുവഴിയുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളൊക്കെ ഒരു തെളിവായി പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. ബിലാലിനെ പോലെ തന്നെ സ്വാഭാവികമായും മറ്റ് ഏജന്റുമാർ ഇവിടെ ഉണ്ടാകും. പക്ഷേ അതിൽ പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി നിലനിൽക്കുന്നത് നിലവിൽ ഒരൊറ്റ പരാതി മാത്രം, 2 പരാതി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒരു FIR മാത്രമാണ് ഇട്ടിട്ടുള്ളത്. സമാനമായ പരാതികൾ മറ്റ് പെൺകുട്ടികൾ നൽകുകയും ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ നൽകുകയും ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ബിലാൽ വരികയും അല്ലെങ്കിൽ സിന്ധു വരികയും ഒക്കെ ചെയ്താൽ മാത്രമേ ഇത് സെയിം ചെയിൻ ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതല്ല എങ്കിൽ സമാനമായി, അത് ഇവരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന സമാന്തരമായ മറ്റ് റാക്കറ്റുകൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ കൂടുതൽ പരാതികൾ ലഭിക്കണം. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ വരുന്നുണ്ട്. അതിന്റെ മെറിറ്റ് പരിശോധിച്ച ശേഷം ആ പരാതിയിലേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാമെന്നാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ ഒരൊറ്റ കേസിന്റെ വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. അതിൽ പരമാവധി എത്താൻ പറ്റുന്നിടത്തേക്ക് എത്തുക. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നിൽക്കുന്നത് ഇതിന്റെ ക്രൈം സീൻ നടന്നിട്ടുള്ളത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം പോലീസിന് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇതിനൊരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം, അതിന്റെ ഒരു തുടർച്ചയായ ക്രൈം അത് കേരളത്തിലുണ്ട്. അപ്പോൾ അതിൽ വെല്ലുവിളി ഇല്ലെന്നൊക്കെ പോലീസ് പറയുന്നു. പരമാവധി പ്രതികളെ പിടികൂടാനാകും ഈ കേസിൽ നിന്ന് പ്രതീക്ഷ പങ്കുവെക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രതികളെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 അറസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊന്ന് ഈ ബിലാലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, മറ്റൊന്ന് ഈ ഔറംഗസേബാണ്. അതോടൊപ്പം തന്നെ ഔറംഗസേബിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അയാളുടെ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് വ്യക്തമില്ല. മറ്റൊരാൾ കൂടിയുണ്ട്. അങ്ങനെ ഒരു 3 അറസ്റ്റാണ് നമ്മൾ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, അതാണ് ശ്രീകുമാർ എന്നയാൾ, അത് പ്രധാന ആളാണ്, സപ്ലൈ ഏജന്റ് ആണ്, പണം നൽകിയിട്ടുണ്ട് എന്നത് സിന്ധു കുറ്റസമ്മതം നടത്തി എന്നാണ്. ഒപ്പം തന്നെ ഇവർ എങ്ങനെയാണ് ഇതിൽ ധനം സമ്പാദിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഓഡിയോ ഇന്ന് നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇത്ര പൈസ എന്ന രീതിയിലേക്കൊക്കെ അവർ സംസാരിക്കുന്നതൊക്കെ ഏതായാലും അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വിവരമാണ്. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഇത് പൂർണ്ണമായും നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരുപക്ഷെ കേസ് അന്വേഷണത്തിന് മുന്നോട്ട് പോക്കിലൊക്കെ പോലീസിന് വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്കൊക്കെ എങ്ങനെ പോലീസ് എത്തും എന്നുള്ളത് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നിർണായകമാണ്. അലീന എന്നൊരാളുണ്ട്. അലീനയും ഇയാളും ഒരുമിച്ച്, ബിലാലും ഒരുമിച്ചാണ് എത്തിയത്. അവർക്കൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ടിക്കറ്റ് എടുത്ത് നൽകിയത്. ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ആരൊക്കെയുണ്ട് എന്നതിലൊക്കെയുള്ള സംശയങ്ങളുണ്ട്. സിനിമാ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇതിലേക്കൊക്കെ വിപുലമായി തന്നെ പോലീസിന്റെ അന്വേഷണം പോകും. 24 ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതിൽ തുടർന്ന് ഓരോ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരുന്നു. പോലീസ് ആകട്ടെ ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ FIR-ഉം പുറത്തുവിട്ടിട്ടുള്ളത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.